ഇന്ത്യൻ 2-നും കങ്കുവക്കും ശേഷം ഒരു നോൺ മലയാളമായിട്ടുള്ള ഇത്രയും ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ട് ഞാൻ ഈ വർഷം കണ്ട ഒരു ചിത്രം. ഈ സിനിമക്ക് പേരിടേണ്ടത് പുഷ്പൻ്റെയും കഴപ്പി ഭാര്യയുടെയും ചന്ദനമഴ അപരാധം. അതാണ് ഇതിന് അനുയോജ്യമായ എൻ്റെ മനസ്സിൽ തോന്നുന്ന പേര്. പുഷ്പ ജോക്കറായിരുന്നെങ്കിൽ പുഷ്പ 2-ാം ഭാഗം ജോക്കർ ഫോളിഡ്യൂ ആണ്. അത്രയും അസഹനീയമായിരുന്നു ഈ സിനിമ കണ്ടിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത്ര അസഹനീയം. രശ്മിക മന്ദാന, വൈ ഡിഡ് യു ചൂസ് ദിസ് മൂവി? ഇതിൻ്റെ സ്ക്രിപ്റ്റും ഇതിൽ നിങ്ങൾക്ക് എന്താണ് റോൾ, എന്താണ് അഭിനയിക്കേണ്ടതെന്ന് നിങ്ങൾ അറിഞ്ഞപ്പോൾ തന്നെ ഇത് വേണ്ടാന്ന് വെച്ച് പോകണമായിരുന്നു നിങ്ങൾ. പ്ലീസ് ഹാവ് സം സെൽഫ് റെസ്പെക്റ്റ് എന്ന് ഞാൻ പറഞ്ഞു പോവാണ്. കാരണം നിങ്ങൾ ഈ എത്ര വൃത്തികേടായിട്ടാണ് ഈ സിനിമയിൽ അവർ പോർട്രേ ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ ക്യാരക്ടർ എന്തുട്ട് ക്യാരക്ടറാണ്. ഒരുമാതിരി ബി ഗ്രേഡ് മൂവീസ് അല്ലെങ്കിൽ ഓൾട്ട് ബാലാജിയിൽ അല്ലെങ്കിൽ നമ്മുടെ യസ്മേലോ അതോ അല്ലെങ്കിൽ നമ്മുടെ ആ ഉള്ളൂലൊക്കെ ഉള്ള ടൈപ്പ് ഒരു സ്ത്രീ കഥാപാത്രം നിങ്ങൾ ഒരിക്കലും ഈ റോള് ചെയ്യരുതായിരുന്നു. അത്രയും കച്ചറ ക്യാരക്ടറായിരുന്നു. നിങ്ങൾക്കത് മനസ്സിലായില്ലെന്ന് എനിക്ക് സങ്കടത്തോടെ എനിക്ക് തോന്നിപ്പോയി. അത്രയും പെത്തറ്റിക്കായിട്ടുള്ള ഒരു ക്യാരക്ടർ നിങ്ങൾ ഒരിക്കലും ഈ ക്യാരക്ടർ എടുക്കരുതായിരുന്നു. യു ആർ എ സ്റ്റാർ. നിങ്ങൾ എന്തോരം പേര് ഇഷ്ടപ്പെടുന്നവരുണ്ട്. എന്താണ് ഇതിനകത്ത് നിങ്ങളെ കാണിച്ചു വെച്ചിരിക്കുന്നത്? നിങ്ങളുടെ ക്യാരക്ടർ, ഐ ആം ടോക്കിംഗ് അബൌട്ട് ദ ക്യാരക്ടർ. ഓക്കെ, ഇത്രയും കഴപ്പ് മൂത്ത ഒരു ഭാര്യ ക്യാരക്ടർ ഞാൻ ഈ അടുത്തൊന്നും ഞാൻ സിനിമയിൽ കണ്ടിട്ടില്ല. അത്രയും വൃത്തികേടായിട്ട് എഴുതി വെച്ചിരിക്കുന്ന ഒരു അരോചകമായ ക്യാരക്ടർ അത് നിങ്ങളെ കൊണ്ട് ഈ ഡയറക്ടർ ചെയ്യിപ്പിച്ചല്ലോ എന്ന് എനിക്ക് സങ്കടമായിപ്പോയി. അല്ലു അർജുൻ എന്ത് ഇഷ്ടമെന്ന് പറയാമോ എനിക്ക് ആ മനുഷ്യനെ. നിങ്ങൾ എന്തിനാണ് മനുഷ്യ ഈ സിനിമ ചെയ്തത്? സുകുമാർ, നിങ്ങൾ തന്നെയാണോ ഈ സിനിമ ഡയറക്റ്റ് ചെയ്തത്? നിങ്ങളുടെ പുഷ്പ എന്നുള്ള സിനിമയുടെ സ്പൂഫ് എടുത്ത് വെച്ചിരിക്കുകയാണോ? 3.5 മണിക്കൂർ മനുഷ്യനെ വേറിപ്പിച്ച് ഒരു വിധമൊക്കി. എനിക്ക് എങ്ങനെയെങ്കിലും ഇതിനകത്ത് താഴത്തില്ല എന്ന് പറയണ പോലെ ഒന്ന് തീരത്തില്ലേ എന്നാണ് ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നത് സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോൾ. സിനിമ തുടങ്ങിയ ആദ്യത്തെ അല്ലു അർജുൻ്റെ ഇൻട്രോ കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായത് കൈവിട്ട് പോയി എന്നുള്ള രീതിയിൽ. കാരണം ഒരു ജപ്പാനാണെന്ന് പറഞ്ഞുകൊണ്ട് ജപ്പാൻ കുറച്ച് കാണിച്ച് പിന്നെ കുറേ CG ഒക്കെ കാണിച്ചിട്ട് എന്തൊക്കെയോ അപരാധങ്ങളാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഫൈറ്റ് കൊറിയോഗ്രാഫർ ആരാണ്? എന്ത് കച്ചറായിട്ടാണെന്ന് അറിയാമില്ലാത്ത ഫൈറ്റൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നത്. എനിക്ക് വളരെ അരോചകമായിട്ടാണ് തോന്നിയത്. CG ഒക്കെ എല്ലാം കൊണ്ട് ഈ പടം ഒരു ലോക തോൽവിയാണ് എൻ്റെ മനസ്സിൽ. പുഷ്പ എന്ത് കിടിലം പടം വരുന്നത് പാർട്ട് 1. പുഷ്പ ദ റൈസ് എന്നുള്ള പടം ഞാൻ 10 തവണ കാണാൻ റെഡിയാണ്. എന്ത് രസം വരുന്നത് ആ സിനിമ. ഞാൻ തിയേറ്ററിൽ കണ്ടപ്പോഴും അല്ലാതെ OTT കാണുമ്പോഴൊക്കെ എൻ്റെ അമ്മക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള സിനിമയാണ്. എൻ്റെ അമ്മ ഒരിക്കലും ഈ സിനിമ 2-ാം ഭാഗം കാണരുതെന്ന് ഞാൻ ആഗ്രഹിച്ചു പോകണേണ്. കാരണം അമ്മക്ക് 1 അത്ര ഇഷ്ടപ്പെട്ട സിനിമയാണ്. ഇത് എന്ത് പടോടെ ഇത്. നിങ്ങൾക്ക് സ്ക്രിപ്റ്റൊന്നും ഉണ്ടായിരുന്നില്ലേ? അല്ലെങ്കിൽ നിങ്ങൾ തന്നെയാണോ ഇത് എഴുതിയതും ചെയ്തതും ഒക്കെ? എനിക്ക് ഐ ആം ഫൈൻഡിങ് ഇറ്റ് ഹാർഡ് ടു ബിലീവ്. അത്രയും പരിതാപകരമായ ഒരു സിനിമ. സങ്കടം വന്നടേ. 3.5 മണിക്കൂർ പോയത് മാത്രമല്ല, ഇത്രയും ഗംഭീരമായ ഒരു ഫസ്റ്റ് പാർട്ടുള്ള സിനിമയെ നിങ്ങൾ അതേ സെയിം സ്റ്റാർ കാസ്റ്റും ഒക്കെ ഉണ്ടായിട്ട് എന്താണ് കാണിച്ചു വച്ചിരിക്കുന്നത്? അധപതനം ആയിട്ടാണ് തോന്നിയത്. ഡെത്ത് ഓഫ് പുഷ്പ എന്ന് അല്ലെങ്കിൽ ഇടണമായിരുന്നു, അല്ലെങ്കിൽ സ്പൂഫ് ഓഫ് പുഷ്പ. അതാണ് ഈ സിനിമയ്ക്ക് പറ്റിയ എനിക്ക് മനസ്സിൽ ഒരുപാട് പേരുകളുണ്ട്. എന്താണ് സീരിയൽ ലെവല് സാധനമൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നത്. അതും സീരിയലിന് പറഞ്ഞു വരുമ്പോൾ എനിക്കുണ്ടല്ല, എനിക്കാണ് അത്രയും ശോകമാണ് ഈ പടം. ഐ ഡോണ്ട് നോ ഹൗ ടു എക്സ്പ്ലെയിൻ. ദിസ് വാസ് എ ആബ്സല്യൂട്ട് ടോർച്ചർ ഫോർ മീ. 3.5 hour ടോർച്ചർ. ഫഹദ് ഫാസിൽ ഫഫ ബ്രോ, നിങ്ങൾ സ്ക്രിപ്റ്റ് കേട്ടില്ലേ ഈ സംഭവം? അല്ലെങ്കിൽ വല്ല കോൺട്രാക്റ്റ് ഉണ്ടായിരുന്നോ സെക്കൻഡ് എന്തായാലും ചെയ്യണമെന്നുള്ളത്? ഐ മീൻ മാൻ, നിങ്ങളുടെ ഇൻട്രോ മാത്രമാണ് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം. അതിനുശേഷം ഞാൻ ഫഹദ് ഫാസിൽ ഇങ്ങനെ ഓവർ ആക്ട് ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. എന്താണ് സംഭവം എന്ന് എനിക്ക് മനസ്സിലാവണ്ടായിരുന്നില്ല.
സങ്കടമുണ്ട്. ഇത്രയും നല്ലൊരു ആക്ടറിനെയൊക്കെ ഇവർ എന്തൊക്കെയോ, എനിക്ക് ഇവരെല്ലാം വിളിച്ചു വരുത്തി, അല്ലു അർജുനെ വിളിച്ചു വരുത്തി, രശ്മിക മന്ദാനനെ വിളിച്ചു വരുത്തി, ഫഹഫേനെയൊക്കെ വിളിച്ചു വരുത്തി അപമാനിച്ച പോലെയാണ് എനിക്ക് ഫീലായത്. എനിക്ക് അങ്ങനെയാണ് ഫീലായത്. പിന്നെ പുഷ്പയിലെ പാട്ടുകൾ എന്ത് രസമായിരുന്നു. വണ്ണിലെ പാട്ടുകൾ, ഇതിനകത്ത് ആ സാമി എന്നുള്ള പാട്ട് കേൾക്കാൻ രസം. പക്ഷേ ഈ സിനിമ കാണുമ്പോൾ നിങ്ങളത് കാണുമ്പോഴല്ല എനിക്ക് തീരെ പിടിച്ചില്ല. ഇവിടെ ഒരു അമ്പലം സീക്വൻസിലാണ് ഈ പാട്ട് ചെയ്തിരിക്കണം. ഈ അമ്പലത്തിൽ പൂജയും സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ ഇവിടെ ഇവർ കിടന്നിട്ട് ആ സാമി ഡാൻസ് കളിക്കുകയാണ്. എന്ത് ശോകം വരുന്നറിയാമോ അത്. ഇവിടെ നിരീശ്വരവാദിയായ എനിക്ക് പോലും അത് കണ്ടിട്ട് പിടിച്ചില്ല. എന്താണ് കാണിച്ചു വെച്ചതെന്നുള്ള ഒരവസ്ഥയായിരുന്നു എനിക്കത് കണ്ടപ്പോഴേക്കും. എന്ത് ശോകം വരുന്നറിയാമോ അതൊക്കെ. ഇതെല്ലാം കൂടാതെ ആ കിസ്ക് എന്ന് പറഞ്ഞ ആ പാട്ട്, എടി സമാന്ത വണ്ണിൽ വന്നിട്ട് ഊവണ്ടമാമ ചെയ്തൊരു ഫീലും ആ ഒരു ഡാൻസും ആ ഒരു ഓറയുണ്ട്. അതിൻ്റെ 7 16 36 അയലത്ത് ശ്രീലീല വന്നിട്ട് പോലും നടന്നില്ല. കാരണം ഒന്നാമത് ആ പാട്ട് ഞാൻ കേൾക്കാൻ ഒരു രസമില്ല. ഇത് കൂടാണ്ട് ശ്രീലയ്ക്ക് ഗുണ്ടൂർക്കാരത്തിൽ ശ്രീലീല കളിച്ച ഡാൻസിൻ്റെ പവർ അതിൻ്റെ 7 പോലും ആയില്ല ഇതിനകത്ത്. എന്ത് എവ്രിതിങ്, എവ്രി സിംഗിൾ തിങ്, ഹൗ കുഡ് യു മെസ് ദിസ് അപ്പ്? അതെനിക്കതാണ് മനസ്സിലാത്തത്. എല്ലാ മേഖലയും, ഒരു മേഖലയിൽ എനിക്ക് നല്ലത് പറയാനായിട്ട്. ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റൊക്കെ ഞാനൊരു സീൻ കണ്ടാണ്, മീൻ വറുത്തത് ആർട്ട് ചെയ്ത് വെച്ചേക്കണ്. ശരിക്കുള്ള മീൻ വറുത്താൽ പോലെ. ഇത് എന്താണ് അത് മീൻ വറുത്തതുണ്ടല്ലോ, തെർമോക്കോൾ മരത്തി കൊത്തിയതാണോ തെർമോക്കോളാണ്. എനിക്ക് എന്താണ് കാണിച്ചു വെച്ചിരിക്കുന്നത്? ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റൊക്കെ എന്നെ സംബന്ധിച്ച് ഹൊറിബിളായിരുന്നു. CGI ഒക്കെ മെസ്ഡപ്പാണ്. CGI ആണെന്നുള്ളത് എഴുതി കാണിക്കേണ്ട സൈഡിൽ അതൊന്നും വേണ്ട. അല്ലാതെ തന്നെ എല്ലാവർക്കും മനസ്സിലാവും. അത്രയും പരിതാപകരമായ ഒരു CGI പരിപാടിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അത്രയും ഹൊറിബിൾ. ഞാൻ കങ്കുവയിൽ CGI എങ്കിലും കുറേ സ്ഥലത്ത് നല്ലതായിരുന്നു, കോസ്റ്റ്യൂംസ് എങ്കിലും നല്ലതായിരുന്നു പറയാം. ഇതെന്താണ് കാണിച്ചു വെച്ചത്? 500 കോടിയും കണ്ടാണ് ഈ സിനിമയ്ക്ക് മുടക്കിയേക്കണമെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. 500 കോടിയുടെ കാട്ടവരാതാണ് എടുത്തു വെച്ചിരിക്കുന്നതെന്ന് ഞാൻ പറയും. ചന്ദനം കാട്ടിലൂടെ കൊണ്ടുപോകുന്ന ഒരു അപരാധം, അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടം പോലെ പേരുകളാണ് എനിക്ക് വരുന്നത് വായിലേക്ക്. കഴപ്പ അപരാധം, അങ്ങനെ പറഞ്ഞാൽ ഒന്നും തോന്നരുത്. കാരണം ഞാൻ സംസാരിക്കുന്ന സിനിമയിലെ ക്യാരക്ടേഴ്സും സിനിമയെ പറ്റിയാണ്. ഇവരെ പേഴ്സണലി അല്ല പറയുന്നത്. ഞാൻ കണ്ട സിനിമയെ കണ്ട അരോചകമായ കാര്യങ്ങൾ എനിക്ക് വാക്കുകളിലൂടെ എക്സ്പ്രസ് ചെയ്യുമ്പോൾ വേറെ വഴിയില്ല. ഇതിൽ കുറഞ്ഞ് എനിക്ക് പറയാൻ പറ്റില്ല. അത്രയും വൃത്തികേടാണ് ഈ സിനിമയിൽ കാണിച്ചു വെച്ചിരിക്കുന്നത്. അത്രയും വൃത്തികേടായിട്ട് എനിക്ക് തോന്നിയോണ്ടാണ് ഞാൻ ഇങ്ങനെ തന്നെ ആ വാക്കുകൾ ഉപയോഗിച്ച് പറയുന്നത്. ഞാൻ പറയുന്ന വാക്കുകളെക്കാളും വൃത്തികേടാണ് സിനിമയിൽ കാണിച്ചു വെച്ചിരിക്കുന്നത്. അത്ര ഷോ കൂടി എന്തോരം പേരുടെ പൈസ, സമയം, എന്തോരം നല്ല നല്ല ആക്ടേഴ്സിനെ നിങ്ങൾ വെറുതെ വിളിച്ചു വരുത്തി അപമാനിച്ച അവസ്ഥ. ഇതൊക്കെ കൂടാണ്ട് ഇത്രയും പൈസ മുടക്കി സിനിമ കാണാൻ ചെന്ന ആൾക്കാരുടെ സമയത്തിന് വില നൽകാതെ ഇങ്ങനൊരു അപരാധം എടുത്ത് അവരെ കാണിച്ച് മുഷിപ്പിച്ച് അവരുടെ സമയവും മനസ്സും മടുപ്പിച്ചതിൽ എനിക്ക് എന്തെങ്കിലും പറഞ്ഞേ പറ്റുള്ളൂ. എൻ്റെ സമയവും ആരോഗ്യമൊക്കെ എനിക്ക്, എൻ്റെ ഉറക്കവും എല്ലാം കളഞ്ഞു ഈ സിനിമ. ഈ സിനിമ ഞാൻ ടിക്കറ്റ് എടുത്തത് 200 രൂപ പ്ലസ് ടാക്സ് ചേർത്തിട്ടാണ്. ഇത് 2000-ഉം 1800 രൂപയ്ക്കൊക്കെയാണ് ടിക്കറ്റ് വിറ്റേക്കണത്. മുംബൈയിലും ഡൽഹിയിലും ഹൈദരാബാദൊക്കെ ആയിട്ട്. അവരുടെ അവസ്ഥ ഞാൻ ആലോചിക്കണതാണ്. ഈ സിനിമ ആണല്ലോ അവർ ടിക്കറ്റ് എടുത്ത് കണ്ടതെന്നുള്ളത്. ഓൾറെഡി ടിക്കറ്റ് ബുക്ക് ചെയ്ത് പോയ ആൾക്കാരോടൊക്കെ എനിക്ക് ഒന്നേ പറയാനുള്ളൂ, എനിക്ക് നിങ്ങളെ രക്ഷിക്കാൻ പറ്റാത്തതിൽ എനിക്ക് സങ്കടമുണ്ട്. അത്ര എനിക്ക് പറയാനുള്ളത്. അത്രയും പെത്തറ്റിക്കായുള്ള അനുഭവമുണ്ട്. ഞാൻ തളർന്നു പോയി 3.5 മണിക്കൂർ ഈ സിനിമ കണ്ട്. എനിക്ക് തളർന്ന് അവശനായി. ഒന്ന് തീരടേ എന്നുള്ള ഒരവസ്ഥയിലായിരുന്നു ഞാൻ. എൻ്റെ വായിൽ വേറെ കുറേക്കണം വഞ്ഞത്. എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ പച്ചത്തേറി ഞാൻ പറയാം. അതുകൊണ്ട് എനിക്ക് ഭ്രാന്ത് പിടിക്കണം. അത്ര ഇഷ്ടമുള്ളൊരു നടൻ്റെ ഞാൻ അല്ലു അർജുൻ്റെ ഇത്രയും മോശം ഒരു സിനിമ ഞാൻ കണ്ടിട്ടില്ല. ദിസ് ഈസ് പ്രോബബ്ലി ദ വേർസ്റ്റ് മൂവി ഓഫ് അല്ലു അർജുൻ ഐ ഹവ് എവർ സീൻ. അത് ഇത്രയും ബഡ്ജറ്റിൽ വന്നിട്ട് ഇത്രയും ആക്ടേഴ്സും എല്ലാം ഉണ്ടായിട്ടും. ആൻഡ് ഇത് ഒരു വളരെ നല്ല സിനിമയുടെ ഒരു സീക്വലാണെന്ന് ആലോചിക്കണം.
ഞാൻ പറയില്ല, എനിക്ക് വേറെ ദർ ഇസ് നോ അതർ വേ ഫോർ മീ ടു ഡിസ്ക്രൈബ്. ജോക്കർ 1 ആണ് പുഷ്പ 1 എന്നുണ്ടെങ്കിൽ, എന്ന് പറഞ്ഞാൽ രണ്ടു ഒരേ ലെവലാണെന്നല്ല ഞാൻ പറയുന്നത്, ആണെങ്കിൽ ഐ വിൽ ഡിസ്ക്രൈബ് ദിസ് ആസ് ജോക്കർ ഫോളി ഡ്യൂ. ഫോളി ഡ്യൂവിൽ അറ്റ്ലീസ്റ്റ് കുറേ നല്ല ക്യാമറ വർക്കെങ്കിലും ഉണ്ടെന്ന് പറയാമായിരുന്നു. എനിക്ക് 1-2 കാര്യങ്ങളെങ്കിൽ നല്ലത് പറയാനുണ്ട്. ഇതിനകത്ത് ഒരു കുന്തുമില്ല. പക്ഷേ ആ ടോർച്ചറസ് എക്സ്പീരിയൻസ് അത് അങ്ങനെ തന്നെ ഇതിലും എനിക്ക് ഫീൽ ചെയ്തു. അത്രയും ടോർച്ചറായിരുന്നു. ഇന്ത്യൻ 2 കണ്ടപ്പോൾ എനിക്ക് എന്ത് ഫീലിംഗ് ആണ് ഉണ്ടായത്, കങ്കുവ കണ്ടപ്പോൾ എനിക്ക് എന്ത് ഫീലിംഗ് ആണ്. കങ്കുവയുടെ ഫസ്റ്റ് 20 minutes ഇല്ലേ, അതാണ് ഈ മുഴുവൻ നീള പടം. അത്രയും വെറുപ്പിക്കൽ. എൻ്റെ പൊന്നെ, ഞാൻ പറഞ്ഞു, എനിക്ക് ഫഫയെങ്കിലും എനിക്ക് എന്തെങ്കിലും നല്ലത് പറയാനുള്ള ഉണ്ടാവുമായിരുന്നു ആ ക്യാരക്ടർ എന്ന് വിചാരിച്ചു. എവിടെ ആ 1 ഫഫ ചെയ്തു വെച്ച ക്യാരക്ടർ, അല്ലു അർജുൻ ചെയ്തു വെച്ച പുഷ്പ എന്നുള്ള ക്യാരക്ടർ, ഇതിനകത്ത് എന്താണ് നിങ്ങൾ എഴുതി നശിപ്പിച്ച് ഇവരെ കൊണ്ട് ഐ ഡോണ്ട് തിങ്ക് സോ ദേ ഈവൻ ലൈക്ഡ് പെർഫോമിങ് ദിസ്. നിവർത്തിയില്ലാത്തതുകൊണ്ട് ചെയ്തതാണെന്ന് എനിക്ക് ഫീൽ ചെയ്യണത്. കാരണം അത്രയും ഹൊറിബിൾ. ഇതിൻ്റെ എഡിറ്റർക്ക് നിങ്ങൾക്ക് മനസ്സിലായില്ലേടി നിങ്ങൾ എന്താണ് ഇയാൾ ചെയ്തു വെച്ചേക്കണെന്നുള്ളത്? എഡിറ്റ് ചെയ്തപ്പോൾ മനസ്സിലായില്ല ഈ സിനിമയുടെ കാര്യം ഗോവിന്ദയാണെന്നുള്ളത്. ഞാൻ അങ്ങനെയാണ് ആലോചിക്കണം. അത്ര ഇത് എഡിറ്റ് ചെയ്തവനെ സമ്മതിക്കണം. ഞാൻ ഒരു തവണയല്ലേ കണ്ടുള്ളൂ, ഇത് എത്ര തവണ അവൻ കണ്ടിട്ടുണ്ടാവും പാവം. ഞാൻ ആ എഡിറ്ററിനെ ഞാൻ ആലോചിക്കണേണ്. എൻ്റെ അമ്മേ, മുഷിപ്പിക്കുന്ന എക്സ്പീരിയൻസ്. അത്രയും ഹൊറിബിൾ. ലാസ്റ്റ് 20 minutes ഒരു ഫൈറ്റ് ഉണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സിനിമയാണ് ഹാപ്പിയുടെ ലാസ്റ്റ് 10 minutes ചില ആൾക്കാർ കുറ്റം പറഞ്ഞവരൊക്കെ ഉണ്ടായിരുന്നു. വാരിസ് കുറ്റം പറഞ്ഞ ആൾക്കാരൊക്കെ ഉണ്ട്. അവരൊക്കെ ഈ സിനിമ ഒന്ന് കാണണം. ഇതിലെ ലാസ്റ്റ് 20 minutes ഇതിലെ പാസവും മറിച്ചൊക്കെ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ സിനിമകളൊക്കെ വേറെ ലെവലായിട്ട് ഫീൽ. ഹാപ്പി വേറെ ലെവലോടെ, അത് വേറെ കേസ്. പക്ഷേ ഞാൻ പറയുന്നത് ഹാപ്പിയിലുള്ള ലാസ്റ്റ് പോലീസ് സ്റ്റേഷനിലുള്ള ഇടിയൊക്കെ ഓവറാണെന്ന് പറഞ്ഞ ആൾക്കാർ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിലല്ല, ഇതൊന്ന് കാണാം. ലാസ്റ്റ് 20 minutes ചിരിച്ച് ആ മണ്ണ് തപ്പി. അങ്ങനത്തെ അവസ്ഥയായിരുന്നു ചില സമയത്ത് എനിക്ക് കരച്ചിൽ വരുന്നത്. ചില സമയത്ത് എനിക്ക് എങ്ങനെയെങ്കിലും ഇറങ്ങി പോയാൽ മതി, എന്തുവാണ് ഈ കാണിക്കണമെന്നൊക്കെ. എൻ്റെ സൈഡിലുള്ള മച്ചാൻ തെറി. പുള്ളിക്ക് ഭ്രാന്തായി. പുള്ളി പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും പുള്ളിയുടെ എല്ലാ വികാരങ്ങളും ഞാൻ കണ്ടു. ക്ഷമ നഷ്ടപ്പെടുന്നത്, ദേഷ്യം വരുന്നത്, കൗണ്ടർ അടിച്ച് എങ്ങനെയെങ്കിലും മറ്റുള്ളവരെ ചിരിപ്പിക്കുക എന്നുള്ള മൈൻഡിൽ കൗണ്ടർ അടിക്കുന്നത്. ഞാൻ കുറച്ച് കഴിയുമ്പോൾ സിനിമയേക്കാളും എൻ്റർടൈനിങ് ആയിരുന്നു എൻ്റെ സൈഡിലിരുന്ന മച്ചാനെ ഒരുപാട് നന്ദി. നിങ്ങളുണ്ടായിരുന്നതുകൊണ്ട് ഞാൻ അനുഭവം നല്ല രീതിയിൽ എൻജോയ് ചെയ്ത്. കോക്കണൻ്റെ ഭാഷ പറഞ്ഞുണ്ടല്ലോ, നല്ല ക്ലാസ് മലങ്കൾട്ടാണ് ഈ സിനിമ. എനിക്ക് അങ്ങനെ തന്നെയാണ് ഫീൽ ചെയ്തത്. ഈ പടം ഡിസ്ട്രിബ്യൂഷൻ എടുത്ത ആൾക്കാർക്കും ഇതിൻ്റെ പ്രൊഡ്യൂസറിനും എൻ്റെ ആദരാഞ്ജലികൾ. കാരണം എനിക്ക് വേറെ ഒന്നും അറിയില്ലടേ പറയാം. എനിക്ക് നിങ്ങളോട് സഹതാപമുണ്ട്, സ്നേഹമുണ്ട്. പക്ഷേ ഈ പടം നിങ്ങൾക്ക് നിങ്ങൾക്ക് അത് ഈ പടം ഒരു തീരാ നഷ്ടത്തിലേക്കായിരിക്കും ചിലപ്പോൾ പോകുന്നത്. ചിലപ്പോൾ അങ്ങനെ വരില്ലായിരിക്കാം. ഒരുപാട് പേര് ബുക്ക് ചെയ്തതുകൊണ്ട് നിങ്ങൾ രക്ഷപ്പെടുമായിരിക്കാം. പക്ഷേ രക്ഷപ്പെടണേ എന്ന് മനസ്സിലുണ്ട്. എന്നാൽ പോലും ഞാൻ പറയാണ്, എന്തോന്ന് പടം കൂടെ ഇത്. എനിക്കിനി ഒന്നും വയ്യ, എനിക്ക് പറയാൻ വയ്യ. മിക്കവാറും കുറച്ച് കഴിയുമ്പോഴേക്കും കോക്കണം വരും. ബാക്കി പുള്ളി പറഞ്ഞോളും. എന്നെക്കൊണ്ട് ഇത്രയും പറ്റുള്ളൂടെ. എനിക്ക് ഇത്രയും മതിയായി. എനിക്ക് 3.5 മണിക്കൂർ ഈ സാധനം കണ്ടതിന് ശേഷം ഇതിനെപ്പറ്റി ഇനി എനിക്ക് സംസാരിക്കാനേ തോന്നണം. അങ്ങനത്തെ ഒരവസ്ഥയല്ല ഞാനിപ്പോൾ ഇവിടെ നിൽക്കണത്. അനുഭവയ്ക്ക് വെറുത്ത്. അനുഭവം ഇനി രാവിലെ 4 മണിക്കത്തെ ഷോയിനൊന്നും വന്നില്ല എന്നാണ് അനുഭവം പറഞ്ഞത്. അത്രയും വെറുത്ത് അനുഭവം. പിന്നെ ഭാഗ്യത്തിന് കങ്കുവയുടെ കേസിൽ അനുഭവം രക്ഷപ്പെട്ടു. അത് ഞാൻ ഒറ്റക്കാണ് അനുഭവിച്ചത്. ഇന്ത്യൻ 2 അനുഭവം ഉണ്ടായിരുന്നു. അനുഭവയ്ക്ക് മതിയായി. ഈ ഏർലി ഷോ ഒക്കെ പോയിട്ട് ഇതുപോലെയുള്ള കാട്ടവരാതൊക്കെ കണ്ട് മതിയായി എന്ന് പറഞ്ഞു. അനുഭവയ്ക്ക് മതിയായി പോയി. ഞാൻ പോണേണ്, എനിക്ക് വയ്യടേ, മതിയായി. എൻ്റെ മനസ്സും ഒക്കെ മടുത്തിരിക്കുന്നതാണ്. നിങ്ങൾ സിനിമ കണ്ടവരുണ്ടെങ്കിൽ അഭിപ്രായം പറയാം എന്താണെന്നൊക്കെ ഉള്ളത്. എന്നെക്കൊണ്ട് പറ്റിയില്ലടേ. ഇത് മുഴുവിപ്പിച്ചതിന് നിങ്ങൾ എനിക്ക് എന്തെങ്കിലും ട്രോഫി എന്തെങ്കിലും തന്നോട്ടെ. അത് ഞാൻ ഡിസർവ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പറയാം. എൻ്റെ പൊന്നോ പോട്ടെ. എൻ്റെ ക്ഷീണം മാറ്റാൻ ഒന്ന് കിടന്ന് നല്ലപോലെ ഉറങ്ങണം, നല്ല ഭക്ഷണം എന്തെങ്കിലും കഴിക്കണം, മൂഡ് മാറ്റാൻ വേറെ എന്തെങ്കിലുമൊക്കെ ഇരുന്ന് കാണണം. അല്ലാതെ വേറെ രക്ഷയില്ല. അത്ര ഹൊറിബിൾ എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടത്. ബൈ.